ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പാണ്. ട്രിപ്പെന്ന് പറഞ്ഞാൽ വലിയ ഇതിലൊന്നുമില്ല, നമ്മളൊരു ബീച്ചിലേക്ക് പോകുന്നതാണ്. അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, അമ്മയുടെ അനിയത്തി, അനിയത്തിയുടെ 2 മക്കൾ, എൻ്റെ അനിയത്തിമാരാണ്. അപ്പോൾ അവന്മാർ ഓണത്തിന് ഇപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ നമുക്ക് അഴീക്കൽ ബീച്ചിൽ പോകാം. അപ്പം ഇന്നത്തെ വിശേഷ വീഡിയോകൾ അഴീക്കൽ ബീച്ചിലെയാണ്. ഇതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഇത് പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് ദൂരമുണ്ട്. നമുക്കിവിടുന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നതല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ റോഡാണ്. കാരണം നമ്മളൊരു 2:30-2:45 കഴിയ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളൊരു 3-3:30 ഒരു 4 ആകുമ്പോഴത്തേക്ക്, ആ സമയത്താകുമ്പോഴത്തേക്ക് അങ്ങ് ചെല്ലും. അപ്പം എൻ്റെ അനിയത്തി ആണെങ്കിൽ പള്ളിയുടെ അവിടെ നിൽക്കും, പുത്തങ്കാവ് പള്ളി എന്ന് പറഞ്ഞ്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, പുത്തങ്കാവ് പള്ളി. അപ്പോൾ അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവളിപ്പോൾ വരും. വന്ന ഉടനെ നമ്മളിവിടുന്ന് പോവും. നമ്മൾ വീണ്ടും യാത്രയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അവളൊരു കല്യാണത്തിന് പോയേക്കുമായിരുന്നു. കല്യാണത്തിന് പോയിട്ട് വന്നതാണ്. ബാക്കി അമ്മയുടെ അനിയത്തി, കുഞ്ഞനിയത്തിയും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പതിയെ എൻജോയ്മെൻ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ബാക്കി ഏതായാലും ഇത് നിങ്ങൾ യാത്ര കാണുമ്പോൾ ബാക്കി ബീച്ചിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. ബീച്ചിൻ്റെ വഴിയിലേക്ക് നമ്മളിതാണ് തിരിഞ്ഞിരിക്കുന്നു. ഇനി ഇത് എനിക്ക് തോന്നുന്നു ഒരു 2.5-3 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു ബീച്ചിൻ്റെ വഴിയിലെ. ഇത് ഫുള്ള് ബീച്ചിൻ്റെ വഴിയാണ്, അങ്ങ് നീണ്ട് കിടക്കുക. ഇതാണ് വലിയ അഴീക്കൽ എന്ന് പറഞ്ഞ ബീച്ച്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോകുന്ന ബീച്ച്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റേ ബീച്ചും. ഒരു സെൻറ്ററിൽ കൂടി ഒരു പാലം പോലെ പോകുന്നത്. അത് 2 ബീച്ചിലും ഉണ്ട്, ഇതിനുമുണ്ട് മറ്റേ ബീച്ചിലും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പം വലിയ അഴീക്കൽ എൻ്റെ എൻട്രൻസ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലൈറ്റ് ഹൗസ് ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മളത് കയറുന്നില്ല, അത് ഞാൻ കാണിച്ചു തരാമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മളത് കയറുന്നില്ല. ഇപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ, വണ്ടികളേ ഇല്ല, തിരക്കേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് 4 മണി സമയം, ഒരു 5-5:30-6 മണി കഴിയുമ്പോഴാണ് എല്ലാവരും വരുന്നത്. കാരണം സൂര്യാസ്തമയം കാണാനും അതിന് വേണ്ടിയൊക്കെയാണ് ആൾക്കാർ വരുന്നത് കൂടുതലും. അതുകൊണ്ടാണ്. കാരണം നമ്മൾ ബീച്ചിൽ പോകുന്ന സമയത്ത് ആ ടൈമിൽ പോയാൽ പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഇതാണ് നമ്മുടെ പരശുരാമൻ മഴ പെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റാച്ചു. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം കണ്ടോ, ഇവിടെ തിരക്കില്ല. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. ഇപ്പം ഞങ്ങൾ നിലവിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തു. കണ്ടോ, തിരക്കേ ഇല്ല. ഇതേണ്ട ഞാൻ പറഞ്ഞ ലൈറ്റ് ഹൗസ് കണ്ടോ, ലൈറ്റ് ഹൗസ് കണ്ടോ, ആ സൈഡിലുണ്ടായിരുന്ന ഇതാണ് ലൈറ്റ് ഹൗസ്. നമ്മളത് കയറുന്നൊന്നുമില്ല ലൈറ്റ് ഹൗസിൽ. നമ്മളിനി മുന്നോട്ട് പോവുകയാണ്, നടന്ന് മുന്നോട്ട് പോകാം. നല്ല വെയിലും ഉണ്ട്. സത്യം നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല പൊള്ളുന്ന രീതിയിലുള്ള വെയിലാണ്. ഇനി ഞാൻ എൻ്റെ ഫാമിലിയെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ അമ്മ. ഇനി അടുത്ത ആൻറ്റിയെ പരിചയപ്പെടുത്താം. ഇതാണ് ആൻറ്റി, അമ്മയുടെ അനിയത്തിയാണ്. ഇനി ആൻറ്റിയുടെ മൂത്ത മോളെ പരിചയപ്പെടുത്താം. ഇതാണ് മൂത്ത മോള്. ഇനിയും രണ്ടാമതൊരാളുണ്ട്, കുഞ്ഞനിയത്തി. ഇതാണ്. ഇനി ഞങ്ങൾ ഇനിയും മുന്നോട്ട് നടക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പാലം പോലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ജസ്റ്റ് ഒരു പാലമെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കിങ്ങനെ നടന്നു പോകാനുള്ള ഒരു സ്ഥലം അത്രേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറൊന്നുമില്ല. പക്ഷെ നല്ല രസമൊക്കെ കാണാൻ കേട്ടോ, അടിപൊളി. പക്ഷെ ഞാൻ ബീച്ചിൽ പോയിട്ട് ഇങ്ങനൊരു
ഒരു സംഭവം ആദ്യമായിട്ടാണ്, അത് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. കാരണം ഇങ്ങനെ ഈ നടന്നു പോകുന്നതും കണ്ടോ, ഇതാണ് നമ്മുടെ ബീച്ച്. ഇപ്പോൾ അപ്പുറത്ത് ഞാൻ കാണിച്ച കണ്ടോ, അവിടെ ഒരു പാലം കണ്ടായിരുന്നു നിങ്ങൾ, ഓറഞ്ച് പെയിൻ്റ് അടിച്ച്. ഈ പാലത്തിൽ കൂടെ കയറിപ്പോയി വേണം അപ്പുറത്തെ സൈഡിൽ ബീച്ചിൽ പോയി. കണ്ടോ അവിടെ കാട് പോലെ കിടക്കുന്നതൊക്കെ കണ്ടോ, അവിടെ ഒരു ചെറിയൊരു പാലം വേണം. അതാണ് നമ്മുടെ അഴീക്കൽ ബീച്ച്. ഇത് വലിയ അഴീക്കൽ ബീച്ച്. 2 ബീച്ചാണ് ഇവിടെ സംഭവം. നേരെ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്കും അറിയാവുന്നത് കേട്ടോ. കാരണം നമ്മളിങ്ങനെ അഴീക്കൽ ബീച്ച് എന്ന് ഇവിടെ വന്നപ്പോഴാണ് വലിയ അഴീക്കൽ ബീച്ചും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. നമുക്ക് പോയാലല്ലേ നമുക്കത് എക്സ്പീരിയൻസ് ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ എപ്പം യാത്ര പോയാലും എന്ത് ചെയ്താലും നമുക്കത് ചെയ്താലും പോയാലും മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് സത്യം പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസാണ്. ഫാമിലിയായിട്ട് പോയതുകൊണ്ടും സത്യം പറഞ്ഞാൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഉണ്ടോ ബോട്ട് പോകുന്നുണ്ടോ, സ്പീഡ് ബോട്ട്. കാരണം അവിടെ എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ട്രാവലിംഗ് ജസ്റ്റ് നമുക്ക് ചുമ്മാ അതൊന്ന് കറങ്ങാൻ വേണ്ടി, ഇതിലൊന്ന് കറങ്ങാൻ വേണ്ടി. പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഏതായിരുന്നു അതിൻ്റെ പേര്, ഞാൻ മറന്നുപോയി സിനിമയുടെ. പഞ്ചാബീസിനകത്ത് കാണുന്നു അതേ സെയിം ഒരു ബോട്ട് പോലെ ഇത് പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പോകുന്നത്. കണ്ടപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയത്, അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് വരും. കണ്ടോ നല്ല രസമാണ് കാണാൻ. കണ്ടോ ആ പാലം അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ കുറേ പേര് പിന്നെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ബംഗാളികളാണ് കേട്ടോ. ബംഗാളികളാണ് കൂടുതൽ, മലയാളീസ് ഒന്നും ഇല്ല അവിടെ മീൻ പിടിക്കാനൊക്കെ. എനിക്ക് തോന്നുന്നു അവർ ഇവിടെ വന്നിട്ട് ഈ വൈകുന്നേരങ്ങൾ നമ്മളെപ്പോലൊന്നുമില്ലല്ലോ, വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടി വറുത്ത് തിന്നാൻ വേണ്ടിയൊക്കെ ആയിരിക്കണം, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ നാട്ടുകാരാണെങ്കിൽ പറയും അവനത് വെള്ളം അടിക്കാൻ വേണ്ടി വൈകിട്ടത്തെ ടച്ചിങ്സിനാന്ന് പറയും. അങ്ങനെ പറയും. നമ്മൾ പൊതുവേ നമ്മൾ കാണുന്ന ആൾക്കാർ അങ്ങനെയാണല്ലോ പറയുന്നത്. തന്നെ സ്പീഡ് ബോട്ട് പോകുന്നുണ്ടോ, കുഞ്ഞത് നല്ല രസമാണ്. കാരണം ഈ തിരയും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി വരും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പൊങ്ങി പോകും. ഇതാണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ പഞ്ചാബീസിനകത്ത് വരുന്നത് അതേപോലത്തെ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ്. കണ്ടോ ഇതാണ്ട് കുഞ്ഞനീത്തിയും വലിയ അനിയത്തിയും നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ്. ഇനി ഇവിടുത്തെ ഏകദേശം കണ്ട് കഴിഞ്ഞു. ഇനിയും കുറച്ച് നേരം 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഫോട്ടോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. കണ്ടോ ബോട്ട് പോകുന്നുണ്ടോ, നല്ല രസമുണ്ട് പോകുന്നത് കാണാൻ. ഇനിയിപ്പോൾ ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പോവുക. കാരണം ഇനിയിപ്പോൾ അവിടെ നിന്നില്ല, ഇനിയിപ്പോൾ മറ്റേ ബീച്ചിലോട്ടൊന്ന് പോകണമെന്നുണ്ട്. കാരണം അവിടെ ഇപ്പോൾ തിരക്കായി കാണും. കാരണം എന്ന് വെച്ചാൽ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇനി വെയിൽ താഴ്ന്നുകൊണ്ടിരിക്കുക, അസ്തമിക്കാൻ പോകുക സൂര്യൻ. പക്ഷെ നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിൽ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്ര വെയിലുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം പക്ഷെ നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ, നല്ല സുഖമാണ് അവിടെ ഇങ്ങനെ നിൽക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ പിള്ളേരുമായിട്ട് ഇങ്ങനെ കറങ്ങി നല്ല രസം, ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. നമുക്കൊരു നല്ലൊരു എൻജോയ്മെൻറ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടേ ഒരു രസമാണ്. അപ്പോൾ ഞാൻ കാണിക്കും, ഒരു പുള്ളിക്കാരനോട് മീൻ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. അപ്പം അങ്ങോട്ട് നീങ്ങുമ്പോൾ കാണിക്കാൻ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മീൻ പിടിക്കുന്നത് തന്നെ ഒരു ജോലി. ഇവിടെ കുറേ പിള്ളേരൊക്കെ പറയുന്നുണ്ട് അതിലെ ഈ മീൻ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് മത്തിയെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രസം കേട്ടോ, പിള്ളേരോടൊന്ന് പറയുന്നുണ്ട്. അത് ചുമ്മാ തമാശ പറഞ്ഞാണെന്ന് തോന്നിക്കത്. അതൊക്കെ ഉണ്ടോ മീനെ കിട്ടിയതുണ്ടോ, അതിങ്ങനെ ചുമ്മാ തമാശ പറയുന്നു, മത്തിയെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മത്തിയൊക്കെ ഇങ്ങനെയുള്ള മീനൊക്കെ എനിക്ക് തോന്നുന്നു ഉൾക്കടലിൽ പോയാലല്ലേ കിട്ടത്തുള്ളൂ. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കിട്ടത്തില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ വല വീശി പിടിച്ചാൽ മതി ഒരു മത്തി അയലയൊക്കെ. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ അപ്പോൾ എല്ലാവരും ആ പരിപാടിക്ക് ഇറങ്ങിയാണ്. ഇവിടെയൊക്കെ ബീച്ചിലൊക്കെ വന്നിട്ടേ അതൊന്നും കിട്ടത്തൊന്നുമില്ല. ഇവിടെ ചെറിയ ചെറിയ നമ്മൾ നോർമലി കിട്ടുന്ന പോലെ ചെറിയ ചെറിയ മീനുകളും കാര്യങ്ങളുമാണ് കിട്ടത്തുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇതുണ്ട് ലൈറ്റ് ഹൗസ്, ഞാൻ എടുത്ത് കാണിക്കുവാണ്. ഇങ്ങോട്ട് മാറിയുള്ള വ്യൂ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് മാറിയുള്ള വ്യൂ ആണ്. സംഭവം അടിപൊളിയാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബീച്ചിലെ അനുഭവം പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ടോ പട്ടം വിടുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനകത്ത് വീഡിയോ എടുത്ത് കാണിക്കണം. അതുപോലെ നല്ല വെട്ടമുണ്ട് ആൾക്കാർ. ഇപ്പോൾ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് വന്നപ്പോൾ കണ്ടോ വണ്ടിയുടെ തിരക്ക് കണ്ടോ നിങ്ങൾ, കണ്ടോ ഏകദേശം ഒരു 5 മണി 5:30 ഏകദേശം ആയിട്ടുണ്ട്. തിരക്ക് കണ്ടോ, വണ്ടി ഫുള്ളായി. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇതിലും തിരക്കാവും. തിരക്ക് പറഞ്ഞാൽ വമ്പൻ തിരക്കാണ്. അത് നമ്മുടെ വണ്ടി ഞാൻ കാണിക്കാം. നമ്മുടെ വണ്ടി ആൾട്ടോ 800 ആണ്. ഇതേണ്ട ബ്ലൂ മൂത്ത അനിയത്തിയുടെ നിൽപ്പുണ്ട്. മറ്റവരെല്ലാം ബാത്റൂമിലോട്ട് പോയി. ഇതാണ് നമ്മുടെ വണ്ടി. ഇനി നമ്മൾ
ഇതാണ് നമ്മുടെ വലിയ അഴീക്കൽ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, ചെറിയ അഴീക്കൽ. ഇതാ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ ആ പാലം കണ്ടോ? ഈ പാലത്തിൽ കൂടെയാണ് നമുക്ക് അഴീക്കൽ ബീച്ചിൽ പോകുന്നത്. ഈ ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായത്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതിനേക്കാൾ അമ്മാതിരി ബ്ലോക്കായിരുന്നു. കാരണം ഇത് കരുനാഗപ്പള്ളി റൂട്ടാണ്. കരുനാഗപ്പള്ളി റൂട്ടായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ബീച്ചിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തതും അവിടുന്ന് ഇങ്ങോട്ട് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം ബ്ലോക്ക് അതുപോലെ ബ്ലോക്കായിരുന്നു. ഇനിയിപ്പോൾ ബീച്ചിൽ അങ്ങെത്തി എന്നിട്ടുള്ള ഭാഗം മാത്രം നിങ്ങളെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് അങ്ങനത്തെ വെച്ച് നമ്മൾ അഴീക്കൽ ബീച്ചിലെ ഭാഗം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്, ആൾക്കാർ അതുപോലെ ഇറങ്ങി. കാരണം കണ്ടില്ലേ, സൂര്യൻ അസ്തമിച്ചു. ഞങ്ങൾക്ക് അസ്തമിക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കാരണം ഇതിപ്പോൾ സൂര്യൻ അസ്തമിച്ചു. കണ്ടോ, എനിക്ക് ആ പാലത്തെ കൂടെ പോകണമെന്ന് വെച്ചാൽ അതും നടന്നില്ല. കാരണം അതുപോലെ തിരക്കായി, വമ്പൻ തിരക്കായിപ്പോയി, ഒരു രക്ഷയില്ലാതെ തിരക്കായിപ്പോയി. കാരണം എന്തോ ചെയ്യാനാണ്. ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു ഈ കടകളൊക്കെ എപ്പോൾ അടയ്ക്കും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 8:30-9 മണി. പിന്നെ ആൾക്കാർ പോകുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ അടയ്ക്കുന്നു. പിന്നെ അവളുമാർ രണ്ടുപേരും വെള്ളത്തിലൊക്കെ പോയി ഇറങ്ങി. ഞാനും അമ്മയും ആൻറ്റിയും ഒന്നും ഇറങ്ങിയില്ല. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങിയില്ല. ഞങ്ങൾ തന്നെ ഇപ്പോൾ തിരിച്ചു. ഇനി തിരിച്ചിനിയും പോവാം. ഏകദേശം ഒരു 7:30 സമയമോളം അടുത്തായിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. ഇനിയിപ്പം വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇത് നിലവിൽ വന്നിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോൾ വിഷയമായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.